ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഒരു ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെഴ്സറീസ് ബെൻസിന്റെ ABS മൊഡ്യൂൾ. അത് സാധാ മൊഡ്യൂളല്ല, സെൻസർട്രോണിക് ടൈപ്പ് ABS മൊഡ്യൂൾ. അന്ന് ഒരു ഫോൾട്ടായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ABS മൊഡ്യൂൾ അതിനെ ബേണായി പോയിരിക്കുന്നത്. അപ്പോൾ ആ ABS മൊഡ്യൂൾ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്ത് റിപ്പയർ ചെയ്യാനായിട്ട് അത് നടക്കില്ല. നമ്മൾ ഓൾറെഡി അങ്ങനെ ABS മൊഡ്യൂളുകൾ നോർമലി റിപ്പയർ ചെയ്യാറില്ല. എന്നാലും നമ്മളിതൊരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ച് നമ്മളത് നോക്കാൻ ശ്രമിച്ചായിരുന്നു. കാരണം ഇത് വേറൊരാളുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു ഫോൾട്ട് ആയത് കണ്ട് നമ്മളത് നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പം നമുക്ക് പുതിയ ABS മൊഡ്യൂൾ വന്നിട്ടുണ്ട്. നമ്മളത് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റീപ്ലേസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പഴയ ABS മൊഡ്യൂൾ. അത് വന്നിട്ട് മൊത്തം ഷോർട്ടായി പോയതായിരുന്നു. അത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു റിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെക്കാനിക്ക് അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ABS മൊഡ്യൂൾ നമ്മുടെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പിലോട്ട് പോകാനാണ്. ഈ പൊസിഷനിലാണ് നമുക്ക് എയർ ബ്ലീഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് റിയർ റൈറ്റ് വീല്, സെക്കൻഡ് റിയർ ലെഫ്റ്റ് വീല്, അതിനുശേഷം ഫ്രണ്ട് ലെഫ്റ്റ് വീല്, അതിനുശേഷം ഫ്രണ്ട് റൈറ്റ് വീല്. അപ്പോൾ നമുക്ക് പ്രൊസീജിയറിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ABSന്റെ വാണിങ് എല്ലാം പോയിട്ടുണ്ട്. നേരത്തെ ഇതിൽ റെഡ് കളറിൽ വിസിറ്റ് വർക്ക്ഷോപ്പ് എന്നുള്ളൊരു ഫോൾട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ റിപ്പയറിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ് വർക്കുകളും ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് യാതൊരു വാണിങ്ങും ഇല്ല, പക്കയാണ്. ഇത് ഇത്രയും ഡീപ്പായിട്ട് എന്തിനാണ് ഈ ഒരു ABS മൊഡ്യൂളിന്റെ കംപ്ലൈന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോർമൽ ടൈപ്പ് ABS മൊഡ്യൂൾ അല്ല. ഇത് സെൻസർട്രോണിക് ടൈപ്പാണ്. ഇതിൽ തന്നെ റിസർവോയർ വരുന്ന ടൈപ്പ് ABS മൊഡ്യൂളാണ്. ആയതുകൊണ്ട് മാത്രമാണ് ഇതിന്റെ ഒരു വീഡിയോ ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.